ഷീജ, ഇതിനിടയിൽ ഇപ്പോൾ മതിൽ ചാടി മന്ത്രിയുടെ വസതിയിലേക്ക് കടക്കാൻ വനിതാ പ്രവർത്തകർ ശ്രമിച്ചു എന്ന തരത്തിൽ ചില വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. തീർച്ചയായും സ്ഥലത്ത് ഇപ്പോൾ ഈ പ്രതിഷേധം തടഞ്ഞ ബാരിക്കേഡ് വെച്ച് തടഞ്ഞ സ്ഥലത്ത് നിന്നും തൊട്ടടുത്തായി ഗ്രൗണ്ടാണുള്ളത്. പോലീസ് ഗ്രൗണ്ടിന്റെ ഭാഗത്തുകൂടി ഈ മന്ത്രിയുടെ വസതിയുടെ അടുത്തേക്കുള്ള മതിൽ ചാടിക്കടന്ന് കുറച്ച് വനിതാ പ്രവർത്തകർ അങ്ങോട്ടേക്ക് ചാടിക്കടന്നിട്ടുണ്ട്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നൊരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഇവിടെ തിരുവനന്തപുരത്ത് പോലീസിന് നേരെ കല്ലേറുണ്ടായല്ലേ? തിരുവനന്തപുരത്ത് പോലീസിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കല്ലേറുണ്ടായല്ലേ? തീർച്ചയായും. കാരണം ഈ മതിൽ ചാടിക്കടക്കുന്ന സമയത്ത് പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരുന്നു. തടഞ്ഞ സമയത്ത് പോലീസിന് നേരെ കല്ലെറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രവർത്തകർ ആ രീതിയിൽ പോലീസിനെ പ്രകോപിപ്പിക്കുന്നു. കാരണം ഇവിടെ നിന്നും ഈ ഗ്രൗണ്ടിൽ നിന്നും കമ്പുകളും വടികളും ഒക്കെ എടുത്ത് പോലീസിന് നേരെ എറിയുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് കല്ലുകൾ കൂടി എടുത്ത് പോലീസിന് നേരെ എറിയുന്ന ഒരു സാഹചര്യം. വലിയ തോതിൽ പോലീസിനെ ആക്രമിക്കുക, അതോടൊപ്പം തന്നെ പോലീസിനെ പ്രകോപിപ്പിക്കുക, അതൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. പക്ഷേ പോലീസ് വലിയ തോതിൽ ഒരേ തരത്തിൽ ഇപ്പോൾ ഷീജ പറഞ്ഞ പോലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ തരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിനെ പരമാവധി ആക്രമിക്കുക, പ്രകോപിപ്പിക്കുക, അതിലൂടെ പോലീസിനെ പ്രകോപിപ്പിക്കുന്നതിലൂടെ ഈ സമരക്കാരെ നേരിടുന്നതിൽ ലാത്തിചാർജ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പോലീസിനെ പ്രേരിപ്പിക്കും വിധത്തിലേക്കുള്ള സമരക്കാരുടെ ഒരു പെരുമാറ്റമാണ് ഇപ്പോൾ പലയിടങ്ങളിലും കണ്ടുവരുന്നത്. ഇപ്പോൾ അമൽനാഥ് കൊച്ചിയിൽ നിന്ന് പറയുന്ന ഒരു കാര്യം, അവിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, പ്രവർത്തകർ പോലീസിന് നേരെ കല്ലും പൊടിയും വലിച്ചെറിയുന്നുണ്ട്, ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഷീജ, ഇപ്പോഴും അതേ അവസ്ഥയാണോ? തീർച്ചയായും ഇപ്പോഴും അതേ സാഹചര്യം തന്നെയാണ്, സംഘർഷ സാഹചര്യം തന്നെയാണ് ശരത്ത് ഇവിടെ നിലനിൽക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ വനിതാ പ്രവർത്തകരെ കടത്തിവിട്ടുകൊണ്ട് അതായത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് കടക്കാനുള്ള ശ്രമം പരാജയപ്പെട്ട സാഹചര്യത്തിൽ വീണ്ടും ബാരിക്കേഡ് വെച്ച് തടഞ്ഞ ഇടത്തേക്ക് പ്രവർത്തകർ നീങ്ങുന്നൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പറയാൻ സാധിക്കുക. ബാരിക്കേഡ് തകർത്തു അപ്പുറത്തേക്ക് കടക്കുക, അല്ലെങ്കിൽ ബാരിക്കേഡ് മറിച്ചിടുക എന്നുള്ളൊരു ശ്രമം തന്നെയാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും വനിതാ പ്രവർത്തകരാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്നും ഈ മതിൽ എടുത്തു ചാടി അപ്പുറത്തേക്ക് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. അത് പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വീണ്ടും പോലീസിന് നേരെ പ്രകോപനവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിന് സമീപത്തേക്ക് ഇപ്പോൾ നീങ്ങുന്നത്. അതായത് ഷീജ, വടികൾ വലിച്ചെറിയുന്നു, കുപ്പികൾ വലിച്ചെറിയുന്നു, കല്ലെറിയുന്നു. ഈ സമയത്ത് പോലീസ് പല റൗണ്ട് ജലപീരങ്കി പ്രയോഗിക്കുന്നു പ്രവർത്തകർക്ക് നേരെ, സമരക്കാർക്ക് നേരെ. അങ്ങനെയാണോ? തീർച്ചയായും പോലീസിന് നേരെ ഇവിടെ നിന്നും കമ്പും കല്ലും കുപ്പിയും അടക്കം പ്രവർത്തകർ എടുത്തെറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിനെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ ചെയ്യാമോ അതൊക്കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പോലീസ് ഏകദേശം 15 റൗണ്ടോളം ഇപ്പോൾ ബാരിക്കേഡ് ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഗ്രൗണ്ടിൽ നിന്നും മരങ്ങളിൽ നിന്നുള്ള അടക്കം കമ്പുകളും ഒക്കെ വലിച്ചൊടിച്ചെടുത്താണ് ഇപ്പോൾ പ്രവർത്തകർ പോലീസിന് നേരെ എറിയുന്ന ഒരു സാഹചര്യമുള്ളത് എന്നതുകൂടിയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. ഏതായാലും കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഈ ബാരിക്കേഡ് വെച്ച് പോലീസ് സമരത്തെ തടഞ്ഞിരിക്കുന്ന ഇടത്തേക്ക് വീണ്ടും തടിച്ചുകൂടുകയാണ്. പോലീസിന് നേരെ വ്യാപകമായി തന്നെ കല്ലും അതോടൊപ്പം തന്നെ കമ്പും ഉൾപ്പെടെയുള്ളവ നിരന്തരം വലിച്ചെറിയുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പോലീസ് പലതവണയായി ഏകദേശം 15 റൗണ്ടോളം ജലപീരകം പ്രയോഗിച്ചിരിക്കുന്നത്. ശരത്ത്.